വർഗീയ വിഭാഗീയത. ഞാനിന്ന് ചെറുതായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഒരു വിഷയം തുടങ്ങിയത്. അതെന്താന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സാഹചര്യം നമ്മുടെ ഇന്ത്യയിൽ കുറച്ച് കൂടുതലായി, ഇന്ത്യയിലല്ല കേട്ടോ, കേരളത്തിൽ അതിനൊരു സാധ്യത കാണുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം എടുത്തിട്ടുള്ളത്. വർഗീയ വിഭാഗീയത ഇത്രേ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. പക്ഷെ അതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ പറയുന്നത് ഇന്നൊരു 3 മിനിറ്റ് വീഡിയോ അല്ല, കുറച്ച് ലെങ്തി വീഡിയോ ആണ്. അപ്പോൾ ഈ വർഗീയ വിഭാഗീയത എന്ന് പറയുമ്പോൾ അത് ഒന്ന് എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ, അത് വെച്ചിട്ട് നമ്മുടെ ഇതുവരെ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഞാൻ ഒന്നാമത്തെ പറയാൻ പോകുന്നത് പ്രകൃതിക്ക് ഒരു വർഗീയത ഉണ്ട്, ജീവജാലങ്ങൾക്കൊരു വർഗീയത ഉണ്ട്. അതിലുള്ളതാണല്ലോ മനുഷ്യവംശം, അതിനുണ്ട് വർഗീയത. അതില് ഈ മനുഷ്യവംശങ്ങളിലുള്ളതാണ് മതം, ജാതി, വർണ്ണ, ലിംഗ, ഭാവ വൈവിധ്യങ്ങൾ. ഇതിനുണ്ട് വർഗീയത. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡീപ്പായിട്ട് പോകേണ്ടതുണ്ട്. ഡീപ്പായിട്ട് പോകാന്ന് പറഞ്ഞാല് ചെറിയ വിഷയമൊന്നുമല്ല കേട്ടോ. കുറേ കാലങ്ങൾ ഘട്ടം ഘട്ടമായി പഠിച്ച് അതിൻ്റെ അനന്തരഫലമായിട്ട് ഇനി വരാൻ പോകുന്ന സാഹചര്യങ്ങളും ഇതുവരെ സംഭവിച്ച കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് ക്രോഡീകരിച്ചുകൊണ്ട് സംസാരിക്കേണ്ടതും ചിന്തിക്കേണ്ടതും അതിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്ന ഒരു വിപത്ത്. അതിനെയാണ് കലാപം എന്ന് പറയുന്നത്. കലാപം. ഈ കലാപം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായത്തിനെതിരായി സംഭവിക്കുമ്പോൾ എവിടെ വേണമെങ്കിലും കലാപം സംഭവിക്കാം. ഒന്ന് പ്രകൃതിയിൽ കലാപം സംഭവിക്കാം, ജീവജാലങ്ങളിലെ കലാപങ്ങൾ സംഭവിക്കാം, മനുഷ്യവംശം അവിടെ കലാപങ്ങൾ സംഭവിക്കാം. അതേപോലെ മനുഷ്യരിലെ മതം, ജാതി, വർണ്ണ, ലിംഗ, ഭാവ വൈവിധ്യങ്ങൾ ഇതിലും കലാപം സംഭവിക്കും. അത് പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയം അല്ല, ഏതെങ്കിലും ഒരു വ്യക്തികളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗങ്ങളെയോ അങ്ങനെ പറയാനല്ല. ഇതിലൊക്കെ സംഭവിക്കാവുന്ന കേസാണ് കലാപങ്ങൾ. അതിൻ്റെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് പ്രകൃതിക്കോ ജീവജാലങ്ങൾക്കോ വിട്ടേക്കും. മനുഷ്യവംശത്തില് ആണ് ഈ പ്രപഞ്ചം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യവംശത്തിന്റെ ചിന്തകൾക്ക് അടിസ്ഥാനമാക്കിയിട്ടുണ്ട് എന്ന് കരുതിയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ചിന്തിക്കുന്നതിനനുസരിച്ചല്ല 24 മണിക്കൂർ ഇപ്പൊ കറങ്ങുന്നത്. നമ്മുടെ നരേന്ദ്രമോദി ചിന്തിക്കുന്നതിനനുസരിച്ച്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ ചിന്തിക്കുന്നതിനനുസരിച്ചല്ല 24 മണിക്കൂർ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ചിന്തിക്കുന്നതിനനുസരിച്ചല്ല 24 മണിക്കൂർ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവരുടെ അതേപോലെ എൻ്റെ ഈ നാട്ടിൽ ഇന്ന് ഇതാ മതം, ജാതി, വർണ്ണ, ലിംഗ, ഭാവ വൈവിധ്യങ്ങൾ, വിവിധ രീതിയിലുള്ള വൈവിധ്യങ്ങളുടെ എല്ലാവരുടെയും ചിന്തയുടെ പവറിനനുസരിച്ചാണ് നോക്കണം. പവറിനനുസരിച്ചാണ് ഇവിടെ പ്രകൃതിയിൽ താളക്രമങ്ങൾ വരുന്നത്. ഈ താളക്രമങ്ങൾ തെറ്റുമ്പോൾ അവിടെ കലാപം സംഭവിക്കും. അപ്പോൾ അതിൽ ഒരു പ്രധാന വിഷയം തന്നെയാണ് ആരാധന. ഇത് നേരെ ഞാൻ പറഞ്ഞ സംഭവം പ്രകൃതി, ജീവജാലങ്ങൾ, മനുഷ്യവംശം. അപ്പൊ ഈ മനുഷ്യവംശത്തിന്റെ ഓവർ ചെറുതൊന്നുമല്ല. അപ്പൊ ആ മനുഷ്യവംശമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരാധന എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടില്ല. ഒരു മുയലോ ഒരു പരുന്തോ ഒരു ആനയോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭൂമിയോ ചന്ദ്രനോ സൂര്യനോ ഇതൊക്കെ പ്രപഞ്ചത്തിൽ വരുന്നതാണ്, പ്രകൃതിയിൽ വരുന്നതാണ്. ജീവജാലങ്ങളിൽ ഞാൻ ആദ്യം പറഞ്ഞതാണ് ഈ വക തിമിംഗലാണെങ്കിലും മത്തിയാണെങ്കിലും അയലയാണെങ്കിലും അതെല്ലാം ചെറിയ ചെറിയ ബാക്ടീരിയാസ് ആണെങ്കിലും അതെല്ലാം ഈ പറഞ്ഞ അനവധി ജീവജാലം. ഇവർക്കൊന്നും അറിയാത്തൊരു സംഭവമാണ് ആരാധന. പിന്നെ ഇവർക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒരു ജീവിത രീതി സൈക്കിളില്ല. പക്ഷെ മനുഷ്യനേക്കാളും കൂടുതൽ ആയുസ് നിലനിൽക്കുന്ന അനവധി ജീവജാലങ്ങളുണ്ട്. പ്രകൃതിയിലെ തന്നെ അനവധി എന്താ പറയാ പ്രോഡക്റ്റുകളുണ്ട്. അതായത് 2-3 തലമുറ ഒന്നിച്ചിരുന്ന ആലിന്റെ തറ
അവിടെയാണെന്ന് പറയാം. അതായത് ഒരു 3-4 തലമുറയേക്കാൾ പ്രായമുള്ള ആലിന്റെ മരങ്ങളുണ്ട്. പക്ഷെ അതായത് മരത്തിനറിയില്ല പ്രാർത്ഥന, പ്രകൃതിയിലുള്ള ഒന്നിനും അറിയില്ല പ്രാർത്ഥന, അത് ആരാധന അറിയില്ല. എന്തിനാണ് ഈ ആരാധന? പിന്നെ ജീവിത രീതി, ഇവർക്കൊന്നും പ്രത്യേകിച്ച് ജീവിത രീതി സിസ്റ്റംസ് ഇല്ല. ഇപ്പോ ഒരു ആനയ്ക്ക് നമ്മൾ കുറെ ചിക്കൻ പൊരിച്ചു കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആന കഴിക്കില്ല. അതതിന്റെ സിസ്റ്റം അല്ല. അത് കഴിക്കൂല എന്ന് പറഞ്ഞാൽ അത് എന്താ പറയാ, അതിന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതിനൊരു പേരുണ്ട്. സത്യം പറഞ്ഞത് കുറച്ച് ചിന്തിക്കുമ്പോ നമ്മുടെ സമയം പോലെ. ഇപ്പൊ തന്നെ 5 മിനിറ്റായി. അതിനൊരു പേര് നമ്മുടെ ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ പറയട്ടാ. അപ്പോൾ അത് കഴിക്കില്ല. അതേപോലെ തന്നെ മുയലിന് കുറച്ച് മത്തി പൊരിച്ച് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മുയൽ കഴിക്കില്ല. ഇതിനെ ജീവിത രീതി എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ നീലത്തിമിംഗലത്തിന് ഒരു എന്തെങ്കിലും പൊരിച്ചുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കില്ല. അതേപോലെ തന്നെ നായ, പട്ടി എന്നീ സംഭവങ്ങൾക്ക് വെണ്ണയോ അങ്ങനെ നല്ല അടിപൊളി നല്ല വെണ്ണ ഇതൊക്കെ ഉള്ള എന്തെങ്കിലും ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ബദാമും അതുപോലെ എന്താ പറയാ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഇപ്പൊ ഒരു നായക്കോ അതല്ലെങ്കിൽ സിംഹത്തിനോ അതല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങൾക്ക്, മീൻസ് നോൺ വെജ് കഴിച്ചുകൊണ്ടേയിരിക്കുന്ന, നോൺ വെജിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഉപദ്രവം ഉപദ്രവിച്ച് നോൺ വെജ് കഴിക്കുന്ന കുറെ ജീവജാലങ്ങളുണ്ട്. അവയ്ക്ക് വെണ്ണയും പാലും പഞ്ചസാരയും നെയ്യും ഒക്കെ വെച്ചിട്ടുള്ള പലതും കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ കഴിക്കില്ല. അപ്പൊ ഇത് അവരുടെ ജീവിത രീതിയല്ല. അവരെ സംബന്ധിച്ച് ആ സമയത്ത് അത് കഴിക്കൂല എന്ന് കരുതി അത് കഴിക്കുന്നവരുണ്ട്. അത് കഴിക്കുന്ന ജീവജാലങ്ങളുണ്ട്. മനുഷ്യവംശത്തില് ജീവജാലങ്ങളും സസ്യജാലങ്ങളും നിർബന്ധമായ സംഭവം. ഈ നിർബന്ധമായ സംഭവം ഇതിനെ എങ്ങനെ ഏത് രീതിയിലുള്ള മനുഷ്യർ ഏത് രീതിയിലുള്ള സ്ഥലങ്ങൾ കൂടുതലുണ്ടോ അവിടെ ഈ പറഞ്ഞ പോലുള്ള ജീവജാലങ്ങൾ അതാത് രീതിയിലുള്ള ഭക്ഷണ രീതി കൂടുതലും ഉപഭോഗം ചെയ്യും. ഇതേ സ്ഥലത്ത് തന്നെ മനുഷ്യവംശം നല്ല രീതിയിലുള്ള ഒരു ഉപഭോഗ സംസ്കാരമുള്ള മനുഷ്യവംശത്തിൽ അവിടെ ഉള്ള ജീവജാലങ്ങൾ ആ രീതിയിലുള്ള മനുഷ്യവംശത്തിന്റെ ഭക്ഷണ രീതി ഫോളോ ചെയ്യും. മോശം രീതിയിലുള്ള ഭക്ഷണ രീതി ഉപഭോഗം ചെയ്യുന്ന മനുഷ്യവംശത്തിന്റെ അടുത്ത് അവിടെ ആ രീതിയിലുള്ള ജീവജാലങ്ങളും പ്രകൃതിയും അതിനനുസരിച്ച് ഉപഭോഗം ചെയ്യും. ഇതിന്റെ ഒരു താളം തെറ്റുമ്പോ ഇവിടെ മനുഷ്യവംശത്തിൽ ഇത് തെറ്റുമ്പോ അപ്പോഴാണ് ഇവിടെ കലാപങ്ങൾ സംഭവിക്കുന്നത്. അവിടെയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നത്. അപ്പോ എൻ്റെ ജീവിത രീതിയിൽ കുറെ ഉദാഹരണങ്ങളൊക്കെ ഞാൻ പല സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇപ്പോ ഭാര്യ ഇണങ്ങാതെ നിൽക്കുന്നു, കുടുംബം ഇണങ്ങാതെ നിൽക്കുന്നു. ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിത രീതിയിൽ ഞാൻ അവരിൽ നിന്നും വേറിട്ട രീതിയിലുള്ള ഒരു ഭക്ഷണ രീതി ഫോളോ അപ്പ് ചെയ്തു. ഒരു മെയിൻ കാരണം, പ്രധാനമായിട്ടുള്ളൊരു കാരണം പറയുകയാണെങ്കിൽ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നിന്ന് കിട്ടിയ സംഭവമല്ല. അതിനു മുന്നേ തന്നെ എനിക്ക് നിരവധി അൺബാലൻസിങ് വന്നു. അൺബാലൻസിങ് എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ട് അസുഖം പലതും വന്ന സമയത്ത് ഞാൻ ഇതിനെ ബാലൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പല രീതിയിൽ പല മേഖലയിലൂടെ ചിന്തിച്ച് പ്രാവർത്തികമാക്കി കൊണ്ടേയിരിക്കുന്നതിനിടയ്ക്കാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ ബ്രഹ്മകുമാരീസിന്റെ ഒരു ജ്ഞാനവും അതിൽ നിന്നുള്ള ഭക്ഷണ രീതി മറ്റു കാര്യങ്ങൾ പലതും കിട്ടിയിട്ടുള്ളത്. പക്ഷെ അത് മാത്രല്ല, ഞാൻ ബ്രഹ്മകുമാരീസ് മാത്രല്ല വിവിധ രീതിയിലുള്ള ആത്മീയ
ലൗകിക സംഘടനകളും അതുമായിട്ടും എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്തുകൊണ്ട് ഒരു പുതിയ രീതി ആണ് ഞാൻ അവലംബിക്കുന്നത്. അപ്പോൾ എൻ്റെ അവലംബനം ഒരു കാരണവശാലും ആരും ഫോളോ അപ്പ് ഒന്നും ചെയ്യണ്ട. ഈ സംഭവം ഇപ്പൊ ഞാൻ 10 മിനിറ്റോളായി സംസാരിച്ച്, ഇന്നത്തെ വീഡിയോ എന്തായാലും വളരെ കുറച്ച് പേരെ കാണുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് ക്ഷമ വളരെ കുറവാണ്. ഇപ്പൊ 3 മിനിറ്റ് വീഡിയോസ് ഇപ്പൊ ഞാൻ പല രീതിയിൽ ചെയ്തപ്പോൾ അതിന് നല്ല റിസൾട്ട് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ അല്ല. എനിക്കിങ്ങനെ ബാക്കിയുള്ളവർ കാണണം, അല്ല എന്താ പറയാ, അത്യാവശ്യം വ്യൂവേഴ്സ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു മാസത്തില് ഞാൻ വേസ്റ്റാക്കി കളയുന്ന പണത്തിന്റെ ചെറിയൊരംശം ഈ യൂട്യൂബിന് കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ വേസ്റ്റാക്കി കളയുന്ന പണത്തിന്റെ, അത് എവിടെയെന്നുള്ളത് കുറച്ച് പേർക്ക് അറിയാം, ആ പണത്തിന്റെ ചെറിയൊരംശം യൂട്യൂബിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബ് ബൂസ്റ്റ് ചെയ്തോളും. പക്ഷെ അതുമല്ല എൻ്റെ ആവശ്യം. എൻ്റെ ആവശ്യം അതല്ല. എനിക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോ 1-2 പേര് കണ്ടാൽ മതി. ആ കാണുന്ന വ്യക്തികൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ക്ലിക്ക് ആവണം. ഇവൻ പറഞ്ഞ ചില കാര്യങ്ങൾ, അതിപ്പോ എന്നെക്കാളും പ്രായം കൂടിയവരായിരിക്കാം, പ്രായം കുറവുള്ളവരായിരിക്കാം, ലിംഗ ഭാവ വർഗ വർണ്ണ ഇതിലൊക്കെ വ്യത്യാസം, മത ജാതി വർണ്ണ ലിംഗഭാവങ്ങളിൽ വൈവിധ്യങ്ങളുള്ളവരായിരിക്കാം. അതായത് ക്രിസ്ത്യൻ ആയിരിക്കാം, ഹിന്ദു ആയിരിക്കാം, മുസ്ലിം, ഇസ്ലാം ആയിരിക്കാം, എന്തോ ആയിരിക്കും. ഈ വക മതങ്ങളിൽ നിന്നൊക്കെ മിശ്രിതമായിക്കൊണ്ടുണ്ടായിട്ടുള്ള വേറെ പുതിയ സങ്കര ഇനങ്ങളായിരിക്കും. എന്തോ ആവട്ടെ, വിവിധ ജാതികളിലുള്ളവരായിരിക്കും, ആരോ ആവട്ടെ, ഞാൻ ചെയ്യുന്ന വീഡിയോ ചിലപ്പോ എന്നെ കണ്ടിട്ടേ ഇല്ലാത്തവരായിരിക്കാം, ചിലപ്പോ എന്നെ സ്ഥിരം കണ്ടിട്ട് ഇവന്റെ ഭ്രാന്ത് ഏത് എത്തി എന്ന് നോക്കുന്നവനായിരിക്കാം. അങ്ങനെയുള്ള കുറച്ച് ടീമുണ്ട്. ഇവൻ കുറെ ഭ്രാന്ത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഇവന്റെ ഭ്രാന്ത് എവിടെ എത്തി? അതല്ലെങ്കിൽ എനിക്കിട്ടൊരു പണി തരാൻ വേണ്ടിയിട്ട്. കാരണം ഏതെങ്കിലും ഒന്ന്, ഇപ്പോ ഒന്നുകിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ പറ്റിയിട്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രത്തെ പറ്റിയിട്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും മതത്തെ പറ്റിയിട്ടോ എന്തെങ്കിലും ഒരു മോശമായത് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് പറയാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടായിരിക്കാം. മോശമുണ്ട്, എല്ലാത്തിലും മോശമുണ്ട്, പക്ഷെ എല്ലാത്തിലും ഗുണമുണ്ട്. ഞാൻ അങ്ങനെ സംസാരിക്കുന്നതിന്. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കൊരു രാഷ്ട്രീയ പാർട്ടി ഇല്ല, എന്നെ സംബന്ധിച്ച് എനിക്കൊരു സംഘടന ഇല്ല, എന്നെ സംബന്ധിച്ച് എനിക്കൊരു രാജ്യമില്ല. ആ രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അതായത് ഞാൻ ഒരു കാരണവശാലും ഇന്ത്യയുടെ മാത്രം ഉന്നമനത്തിനായിട്ട് എന്തെങ്കിലും കാര്യം സംസാരിക്കാറില്ല. ഇന്ത്യയുടെ മറ്റു രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു മതത്തിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഞാൻ സംസാരിക്കാറില്ല. എനിക്കതിന് കഴിയൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പണ്ടേ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു ആരാധനയുടെ ഒരു വലിയൊരു വാക്ക് ഇതാണ്: ലോക സമസ്ത സുഖിനോ ഭവന്തു. അപ്പൊ ഈ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ആ ഒരു വാക്ക് പണ്ടേ പഠിച്ചു വെച്ചിട്ടുള്ള എൻ്റെ ഒരു പ്രാർത്ഥനയിൽ എനിക്ക് ഓർമ്മ ഉള്ളപ്പോൾ മാത്രം കേട്ടോ. എപ്പോഴും ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു ഞാൻ പറയുന്നില്ല. എൻ്റെ ഒരു പ്രാർത്ഥനയിൽ ഇപ്പൊ ഞാനത് കുറച്ചും കൂടെ കൂട്ടിക്കൊണ്ടിട്ടുണ്ട്. ആ ഒരു പ്രാർത്ഥനയിൽ, എൻ്റെ ഒരു ആരാധനയിൽ ഈ ഒരു സിസ്റ്റമാണ് ഞാൻ അവലംബിക്കുന്നത്. അവിടെ ഐശ്വര്യ റായ് ഉണ്ടാവും, അഭിഷേക് ബച്ചൻ ഉണ്ടാവും, പിന്നെ നമ്മുടെ നരേന്ദ്രമോദി സാർ ഉണ്ടാവും, രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉണ്ടാവും, അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടാവും, ബ്രിട്ടൻ പ്രസിഡന്റ് ഉണ്ടാവും, ഇസ്രായേൽ പ്രസിഡന്റ് ഉണ്ടാവും, നമ്മുടെ ഉത്തര കൊറിയയിലുള്ള മറ്റേ സഖാവ് ഉണ്ടല്ലോ, ആ സഖാവ് ഉണ്ടാവും, ചൈന, എല്ലാ രാജ്യങ്ങൾക്കും. അതാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു. ഇതാണ് എൻ്റെ ആരാധന സ്വാതന്ത്ര്യം. ഞാൻ ആരാധിക്കുന്ന എൻ്റെ ചിന്തയ്ക്ക് ഞാൻ പ്രവർത്തിക്കുന്ന ഒരു അനുഷ്ഠാനം ആ രീതിയിലാണ് കുറേ കാലങ്ങളായിട്ട്. എന്ന് കരുതി ഞാൻ തീരെ മറ്റ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പ്രതികരിച്ചിട്ടില്ല എന്നൊന്നല്ല, പ്രതികരിച്ചിട്ടുണ്ട്. പല രീതിയിൽ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ കണ്ടവരുണ്ടാവും. പക്ഷെ എൻ്റെ ആരാധന രീതി അങ്ങനെയാണ്. അതൊരു കാരണവശാലും ബാക്കിയുള്ളവർ ഫോളോ അപ്പ് ചെയ്യണമെന്നില്ല, ചെയ്യുന്നവരുണ്ടാവാം. ഇത് മനസ്സിൽ ഞാൻ എന്നോ കൊണ്ടുവന്നിട്ടുള്ള സംഭവം. അതുകൊണ്ട് എന്താന്ന് വെച്ചാല് ഞാനിപ്പോ ക്രിമിനലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ക്രിമിനലാണ്. പോലീസ് സ്റ്റേഷനിൽ 41 ഒപ്പിട്ടിട്ടുണ്ട്. 498A കേസിൽ ക്രിമിനലാണ്. നാളെ ഏത് വകുപ്പിൽ വേണമെങ്കിലും എന്നെ ക്രിമിനലാക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റാളുകളുടെ ഒരു ശ്രമം ചിലപ്പോൾ വിജയിച്ചേക്കാം, പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഞാന്
താമസിക്കുന്ന ഒരു മുറി, റൂം, ഇവിടെ ഇപ്പൊ ആരെങ്കിലും ഒരാള് വേണമെങ്കിൽ ഒരു പൊതി വെച്ചിട്ട് എന്താ പറയാ, ഒരു പോലീസിന്റെ ഏതെങ്കിലും വിധത്തിലൊന്ന് ഒറ്റി കൊടുത്തിട്ട് അവന് കഞ്ചാവ് കച്ചവടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൊതിയിൽ കഞ്ചാവ് ഉണ്ടെങ്കിൽ 1 കിലോയ്ക്ക് മേലെ കഞ്ചാവ് ആ പൊതിയിൽ ഞാൻ എൻ്റെ കൈപ്പടയിലല്ലാതെ വേറൊരുത്തം കൊണ്ടുവന്നിട്ടാ പോലും വീണ്ടും അടുത്ത പണി എനിക്ക് കിട്ടും. അതിനൊക്കെ അതായത് ആ രീതിയിൽ വരെ ആളുകൾ ഇന്ന്, കാരണം മറ്റുള്ളവനെ എങ്ങനെ നശിപ്പിക്കാം എന്ന രീതിയിൽ ചിന്തിക്കുന്നവനും ഉണ്ട്. പിന്നെ ഇപ്പൊ എന്താന്ന് വെച്ചാല് അതിനുള്ളൊരു സാധ്യത വളരെ റയറാണ്, എന്നാലും സംഭവിച്ചുകൂടായില്ല. പിന്നെ ഇപ്പൊ ഞാൻ ഏതെങ്കിലും വല്ല പെൺപിള്ളേരുമായിട്ട് നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പെണ്ണുങ്ങളുമായിട്ട് സംസാരിക്കുന്ന സമയത്തോ അതിന് വലിയൊരു വലിയൊരു കേസിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം പോലും പലരും നടത്തും. അതുകൊണ്ട് സത്യം പറഞ്ഞാല് ഞാൻ നന്നായിട്ട് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടിയുമായിട്ട് സംസാരിക്കാറുള്ളൂ, ഈ പറഞ്ഞ പോലെ കൂടെ നടക്കാറുള്ളൂ. എനിക്കറിയാം, കാരണം എന്താ വെച്ചാല് ഇത് റിസ്കി ആയിട്ടുള്ള ലൈഫാണ്. ഇതിന് സാധ്യതകളുണ്ട്, കലാപത്തിനുള്ള സാധ്യതകൾ ഏത് വിധത്തിലും ഉണ്ട്. മതം, ജാതി, വർണ്ണ, ലിംഗ, ഭാവ വൈവിധ്യങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് ഏത് രീതിയിലുണ്ട്. സംഗതി സമയം കുറേ പോയിട്ടാ, പക്ഷെ പറയാനുള്ളത് പറഞ്ഞാണ്ട് തീർക്കാച്ചിട്ട. ഇത് തീരൊന്നുമില്ല, നല്ല വിഷയമാണ്, അത്യാവശ്യം നല്ല വിഷയമാണ്. നമ്മുടെ പ്രകൃതിയെ കുറിച്ച് പഠിക്കണം. പ്രകൃതിയെ കുറിച്ച് ഞാൻ പഠിച്ച കുറെ കാര്യങ്ങൾ പറയണം, ജീവജാലങ്ങളെ കുറിച്ച് ഞാൻ പഠിച്ച കുറെ കാര്യങ്ങൾ പറയണം, മനുഷ്യവംശത്തെ കുറിച്ച് ഞാൻ പഠിച്ച കുറെ കാര്യങ്ങൾ പറയണം. ഇതേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പൊ ഇത് അരമണിക്കൂറായി, 16 മിനിറ്റ് കഴിഞ്ഞു. അരമണിക്കൂറായി എന്ന് കരുതിയിട്ട് കാണണ്ടവൻ കണ്ടാൽ മതി. അപ്പൊ ഒരു വ്യൂവേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് മതി. ഇവിടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മാനസികമായിട്ടുള്ള ഒരു വിഷയം തന്നെ. മാനസികമായ തലങ്ങളിൽ ഓരോ വ്യക്തികൾക്കും ആരാധന, അതുപോലെ ജീവിത രീതി, ഇതിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന സമയം, ജീവിത രീതിയിൽ അവരുടെ സ്വാതന്ത്ര്യം, ആരാധനയിൽ അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന സമയത്താണ് കലാപങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഭാരതത്തിന്റെ പുറത്ത് ഇസ്രായേലും അവിടെ ഹമാസ്, അതുപോലെ മറ്റ് രാജ്യങ്ങൾ, ഞാനെല്ലാം പഠിച്ചു വെച്ച് എൻ്റെ മൈൻഡിലേക്ക് ഫുള്ള് സെറ്റാക്കാത്തത് കൊണ്ടാണ് എനിക്ക് പല കാര്യങ്ങളും ഓർമ്മയിൽ വരാത്തത്. കാരണം മെമ്മറി എന്ന് പറയുമ്പോൾ ഒരു തവണ കേൾക്കുന്ന മെമ്മറി ആ ഷോർട്ട് മെമ്മറിയാണ്. വീണ്ടും 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 കേൾക്കുന്ന മെമ്മറിയെ നമുക്ക് അത് ഉപയോഗിക്കാൻ കഴിയും ചില സമയത്ത്. പക്ഷെ വീണ്ടും വീണ്ടും കേട്ട് എഴുതി പഠിച്ചൊരു സംഭവത്തെ, എഴുതി പഠിച്ച ഒരു സംഭവത്തെ നല്ലൊരു ശതമാനം എന്ത് ചെയ്യാൻ പറ്റും, മെമ്മറിന്ന് ഏത് സമയത്ത് എടുത്തിട്ടും ഉപയോഗിക്കാൻ കഴിയും. അതിൻ്റെ ആവശ്യം ഞാൻ ചെയ്യുന്ന ഒരു വിഷയത്തിലും ഇല്ല എന്നല്ല, ആവശ്യമുള്ളൊരു വിഷയമുണ്ട്, ആ വിഷയത്തിൽ ഞാൻ അത് എഴുതി പഠിച്ചിട്ടുമുണ്ട്. അത് അത്യാവശ്യം ബൈഹാർട്ടാണ്. ആ ബൈഹാർട്ടായ വിഷയം ഞാനിപ്പോൾ തൽക്കാലം അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മളൊരു 5000 എപ്പിസോഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങി വെച്ചിട്ടുള്ള ബ്രഹ്മകുമാരീസിന്റെ ഒരു വിഷയം തന്നെ ഞാൻ നന്നായി എഴുതി പഠിച്ചിട്ടുള്ളൂ. അതെനിക്ക് നന്നായ ബൈഹാർട്ടാണ്. അതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങളിലേക്ക് എന്നെ കൊണ്ടാവുന്ന ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു വശത്തിലേക്ക് എത്തിച്ചതിന് ശേഷം ബാക്കി എപ്പിസോഡ് ഞാൻ തുടങ്ങും. ആ എപ്പിസോഡ് ചിലപ്പോൾ 1 മിനിറ്റ് കൂടുന്ന വിധത്തിലുള്ള ബാക്കി എപ്പിസോഡുകളായിരിക്കും. ആയുസ്സും ആരോഗ്യം ഉണ്ടെങ്കിൽ അത് 5000 എപ്പിസോഡാക്കി തീർക്കാൻ എന്നെ സംബന്ധിച്ച് ഒറ്റ വർഷത്തെ ആയുസ് മാത്രം മതി. അതിന്റെ മുന്നേ ഞാൻ ബാക്കിയുള്ള ഈ വക കാര്യങ്ങളൊക്കെ പറയും. അതെനിക്ക് സത്യം പറഞ്ഞാൽ അതെൻ്റെ ഒരു വർഗീയ വിഭാഗീയത എന്ന് പറഞ്ഞ പോലെ തന്നെ അത് എൻ്റെ വർഗത്തിൽ എനിക്ക് പറയാനുള്ള എൻ്റെ സ്വാതന്ത്ര്യത്തിൽ ആണ് ഞാൻ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ബ്രഹ്മകുമാരീസിലുള്ള അനവധി വ്യക്തികളെ പറ്റിയിട്ട് ഞാൻ അവിടെ മോശം പറഞ്ഞില്ല. ഇതും കൂട്ടി പറഞ്ഞിട്ടാണ് ഒരു കൂട്ടർ, അതായത് എൻ്റെ വീട്ടിൽ നിന്നും എനിക്ക് വലിയൊരു വിപത്ത് നേരിടേണ്ടി വന്നത്. അത് നേരിടേണ്ടി വന്നതിന്റെ സാഹചര്യത്തിലും കൂടെയാണ് ഞാൻ ഇന്ന് ഇപ്പോ ഇങ്ങനെ വേറിട്ട് ഇരുന്നു കുടുംബത്തിൽ നിന്ന്. അപ്പൊ കണ്ടോ, ഈ ഒരു കലാപം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇനി ഞാൻ കുടുംബത്തിൽ ഇരുന്നു കൊണ്ട്
അമ്മ, പെങ്ങൾ, ബാക്കിയുള്ളവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും അവിടെ ഇനി കലാപം കൂടുകയുള്ളൂ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് തരാനുള്ളത് ഇങ്ങോട്ട് തന്നേക്ക്, ബാക്കി നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിച്ചോ, സന്തോഷമായിട്ട് ജീവിച്ചോ, ഞാൻ എൻ്റെ ജീവിതം അത് ഏത് രീതിയിലാണെങ്കിലും അത് നിങ്ങൾ വിഷയമാക്കേണ്ട. എനിക്ക് തരാനുള്ള ചെറിയൊരു അത് അവരാരും അധ്വാനിച്ചുണ്ടാക്കിയതല്ല, പരമ്പരാഗതമായി കിട്ടിപ്പോന്നതാണ്. അതിനെ എനിക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും യൂട്ടിലൈസ് ചെയ്യാം. ഒന്നുകിൽ നന്നായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ട് അതിൻ്റെതായ രീതിയിലേക്ക് എത്തിക്കാൻ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ ഏതൊരു മനുഷ്യൻ്റെയും വിജയം എന്ന് പറയുന്നത് അവൻ്റെ ജീവിത രീതി തന്നെയാണ്. ആ ജീവിത രീതിയിൽ പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. എൻ്റെ ഉള്ളിൽ അനവധി പോസിറ്റീവ് ഉണ്ട്, അതേപോലെ തന്നെ അനവധി നെഗറ്റീവ് ഉണ്ട്. ഈ നെഗറ്റീവുകളിലും പോസിറ്റീവുകളുടെയും ഇടയിൽ എനിക്ക് സംഭവിച്ച പല പല കാര്യങ്ങളും എന്നെ സംബന്ധിച്ച് ഞാനിങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ആക്കിയിട്ടിട്ട് വരും. ഇനിയും നമുക്ക് അനവധി കാര്യങ്ങൾ എന്നെ സംബന്ധിച്ച് ചെയ്യേണ്ടതുണ്ട്. ആ സംഭവങ്ങൾ ചെയ്യാൻ വേണ്ട പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞത് ഈ ഭാരതത്തിൻ്റെ അല്ല, ഇവിടെയാണല്ലോ ഇപ്പം ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അത് എവിടെയാണോ ഏതൊക്കെ രീതിയിലാണോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും തിരിച്ചറിയാം. അപ്പൊ അതിന് എനിക്ക് വേണ്ട സഹകരണം ചെയ്യേണ്ട പല ആളുകളും അത് ഈ പറഞ്ഞ പോലെ ഈ മനുഷ്യന്റെ ആരാധന, ഈ ആരാധനയ്ക്ക് അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അപ്പൊ എനിക്ക് എത്തിച്ചേരുന്നുണ്ട്, എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി ഇത് കാണുന്നവനായാലും ശരി, കാണാത്തവനായാലും ശരി, കണ്ടിട്ട് ഇതിനെന്തെങ്കിലും പണി തരാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിലും ശരി, അതല്ല ഇത് കണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടുന്നവനാണെങ്കിലും ശരി, അവർക്ക് എന്ത് ചെയ്യാം? അവരുടെ ജീവിതം, അവരുടെ ജീവിതത്തിലെ മതം, ജാതി, വർണ്ണ, ലിംഗ, ഭാവ വൈവിധ്യം ഇതിനടിസ്ഥാനമായിട്ട്, അതായത് സ്ത്രീ ആയിരിക്കാം, പുരുഷനായിരിക്കാം. സ്ത്രീയുടെ സ്വഭാവം എന്ന് പറയുന്നത് വേറിട്ടൊരു സ്വഭാവമാണ്. പക്ഷെ ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ചു കൂടിയിട്ടുള്ള എന്തൊരു സംരംഭത്തിനും അതിന് വിജയം വളരെ നല്ല ഉയരത്തിലേക്ക് എത്തും. എന്ന് കരുതി സ്ത്രീയും പുരുഷനും മാത്രമുള്ള എല്ലാം വളരെ വിജയത്തിലേക്ക് എത്തിക്കൊള്ളണം എന്നൊന്നുമില്ല. അവിടെ അത് ശരിക്കും സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും തമ്മിലുള്ള ആരാധനയുടെ രീതി, ജീവിത രീതി, ഇതിലൊരു ഇക്വലിബ്രിയം വരുന്ന സമയത്ത്, അതായത് പുരുഷൻ ആരാധിക്കുന്നത്ര തന്നെ അവൻ്റെ പാർട്ട്ണറായ സ്ത്രീ ആരാധിച്ചോളണം എന്നില്ല. സ്ത്രീ ആരാധിക്കുന്ന അത്ര തന്നെ അവൻ്റെ പാർട്ട്ണറായ പുരുഷൻ ആരാധിച്ചോളണം എന്നില്ല. പക്ഷെ ഇതിലൊരു ഇക്വലിബ്രിയം, ഒരു 50-40, അതല്ലെങ്കിൽ 40-30 ഒരു പെർസെൻറ്റേജ് വരുന്ന സമയത്ത്, ആ സമയത്ത് അങ്ങനെയുള്ളൊരു സമയത്ത് ആരുടെയൊക്കെ ജീവിതത്തിലും ഏതൊക്കെ രീതിയിൽ അങ്ങനെ ഒരു ഇക്വലിബ്രിയം, ഇക്വാലിറ്റി സംഭവിക്കുന്ന സമയത്ത് ആരുടെ ആയാലും അത് വിജയത്തിലേക്ക് എത്തിക്കുക തന്നെ. ഇപ്പൊ ഞാൻ വിവാഹം കഴിച്ച് കുറെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉടലെടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഒരു മുതിർന്ന സഹോദരൻ, അളിയൻ, ആള് പറഞ്ഞൊരു സംഭവമാണ്. അതായത് ഇത് പെർസെൻറ്റേജിന്റെ രീതിയാണ്, 30-100 ആണ്. അപ്പൊ ആളുടെ കാഴ്ചപ്പാടിൽ എന്താന്ന് വെച്ചാല് ആളുടെ പെങ്ങള് 100-ഉം ഞാൻ 30 ആണെന്നുള്ള ചിന്തയാണ്. എന്നാൽ എൻ്റെ കാഴ്ചപ്പാട് അതല്ല. ഞാൻ 100-ഉം ആളുടെ പെങ്ങൾ, അതായത് എൻ്റെ വൈഫ്, ഞാൻ വിവാഹം കഴിച്ച വൈഫ് ഒരു 10% നിൽക്കുന്നതെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ആ രീതി മാറിയ ഒരു കാലഘട്ടം വരികയാണെങ്കിൽ, അങ്ങനെ ഒരു കാലഘട്ടം വരികയാണെങ്കിൽ ചിലപ്പോൾ ഇന്നത്തെ ഈ കൊടുത്ത കേസുകൾ, ഡിവോഴ്സിന്റെ കേസുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് പിൻവലിച്ചുകൊണ്ട് ചിലപ്പോൾ മുന്നോട്ട് പോയിക്കൂടായില്ല. സാധ്യത ഇല്ലായികയില്ല. അപ്പൊ ജീവിതത്തിൽ ഇപ്പൊ എനിക്ക് നഷ്ടപ്പെട്ട കുറെ പരാജയങ്ങൾ, എനിക്ക് നേരിടേണ്ടി വന്ന കുറെ പരാജയങ്ങൾ, കുടുംബത്തിൽ നേരിടേണ്ടി വന്ന പരാജയങ്ങൾ, ഇപ്പൊ എൻ്റെ വീട്ടില് ഇപ്പൊ ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ ചെയ്ത ഒരു വീഡിയോ ആണ്, ഞാൻ പോക്കിരിയാണ്. ഞാൻ പോക്കിരിയെന്ന് പറഞ്ഞാൽ ഞാൻ പോക്കിരി തന്നെ. ആ പോക്കിരിത്തരം മനസ്സിലാക്കിക്കൊണ്ട് എന്നെ ഉൾക്കൊള്ളാൻ എൻ്റെ വീട്ടുകാർക്കും ഒരു സാഹചര്യം വരികയാണെങ്കിൽ, ഇപ്പൊ ചിലപ്പോൾ വീട്ടിലുള്ള ആരെങ്കിലും അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ, കാരണം അത് സമയം അരമണിക്കൂറിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്, 24 മിനിറ്റ്. അങ്ങനെ ഈ വീഡിയോ കാണുകയാണ്, അവർ ഇതിനെപ്പറ്റി റീതിങ്ക് ചെയ്യാണ്, അതിന് ബേസ് ചെയ്തുകൊണ്ട് അവർക്കും ജീവിക്കാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കുടുംബത്തിലും എനിക്ക് ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനൊക്കെ റൂൾസ് ഞാൻ വെച്ചിട്ടുണ്ട്. അതേപോലെ അവർക്ക് അവരുടേതായ റൂൾസുകൾ വെക്കാം. ഇതാണ് പ്രകൃതി, ജീവജാലങ്ങൾ, മനുഷ്യവംശം.
ഇവിടെ ഞാൻ പറഞ്ഞ ഇന്നത്തെ വിഷയം വ്യതിചലിക്കാതിരിക്കാനാണ് ഞാൻ ഈ സാധനം വെച്ചിട്ടുള്ളത്. അതായത് വർഗീയ വിഭാഗീയത, വർഗീയങ്ങൾ, വർഗീയ കലാപം സംഭവിക്കാതിരിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കും ഒന്നും ചെയ്യാറില്ല. കലാപം സംഭവിക്കുക തന്നെ ചെയ്യും. അത് എവിടെ തുടങ്ങണം, ഏത് രീതിയിൽ തുടങ്ങണം എന്നുള്ളത് അത് ചെയ്യേണ്ടുന്ന ആളുകൾ നല്ല വ്യക്തമായി വെൽ പ്ലാൻ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. കേരളത്തിൽ നടക്കും, ഇന്ത്യയിൽ നടക്കും, വിവിധ രാജ്യങ്ങളിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഇപ്പം നമ്മൾ ഇന്ന് കാണുന്ന ഇസ്ലാം മതവും ക്രിസ്ത്യൻ മതവും തമ്മിലുള്ള അനവധി പ്രോബ്ലംസ് പല രാജ്യങ്ങളിൽ കാണാം. ഇത് ക്രിസ്ത്യൻ മതവും ഇസ്ലാം മതവും മാത്രമൊന്നല്ല, ക്രിസ്ത്യൻ മതങ്ങളിൽ അവരിൽ കുറെ വ്യത്യാസമുണ്ട്. ഇപ്പൊ യഹൂദരുണ്ട്, അതേപോലെ മറ്റ് അതുണ്ട്. ഇസ്ലാം മതങ്ങളിലും വേറിട്ട് ഇപ്പൊ നമുക്കിവിടെ അറിയുകയാണെങ്കിൽ സുന്നി മുജാഹിദ് അതുപോലത്തെ കുറച്ച് ടീമിനെ നമുക്കിവിടെ കേരളത്തിൽ അറിയാം. എന്നാ അതൊന്നുമല്ല, അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പ്രശ്നങ്ങൾ അതിനേക്കാളും കൂടുതൽ ഹൈന്ദവർ എന്ന് പറയുന്നത് കിടക്കുന്നത് ഇവിടെയാണ്, നമ്മുടെ ഭാരതത്തിലാണ്. ഇവിടെയും ഈ സാധനമുണ്ട്, വർഗീയ വിഭാഗീയത. അപ്പോൾ അവിടെ എന്തൊക്കെയുണ്ട്, പഴയ കാലത്ത് ബ്രാഹ്മണര്, ശൂദ്രര്, വൈശ്യര്, ഈ ഒരു കാറ്റഗറിയിലുള്ള സംഭവങ്ങളെ ഇന്ന് വിവിധ ജാതി ഇതാക്കി വെച്ചിട്ടുള്ളതാണ്. ബ്രാഹ്മിൺസ് ഉണ്ട്, തീയരുണ്ട്, എന്താ പറയാ പട്ടികജാതി വിഭാഗങ്ങളുണ്ട്. ഈ ഒരു വൈവിധ്യം നമുക്ക് ഇവിടെ ഭാരതത്തിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഹിന്ദു വിഭാഗങ്ങളിൽ, ഹൈന്ദവ വിഭാഗങ്ങൾ, അന്ന് എല്ലാവർക്കും ചൂണ്ടിക്കാണിക്കാനുള്ളത് ഞങ്ങൾ സനാതന ധർമ്മത്തിലുള്ളതാണ്. സനാതന ധർമ്മം എന്ന് പറയുമ്പോൾ നാഥനുള്ളൊരു ധർമ്മമാണ്. അപ്പൊ ആ നാഥൻ എവിടെയാണ്, ആ നാഥൻ എന്താണ് പറയുന്നത്, ആ നാഥൻ എന്താണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നത് എല്ലാവർക്കും ഒരുപോലെ ക്ലാരിറ്റി കിട്ടൂല. ബ്രാഹ്മിൺസിന് കിട്ടും, അത് ശൂദ്രനും വൈശ്യനും ചണ്ടാളനും എന്നൊക്കെ പറയും. ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വിവിധ രീതികളിലാണ് കിട്ടുക. ഇത് കിട്ടുന്നതിന്റെ ബേസിൽ ഹൈന്ദവരിലും നമ്മുടെ ഭാരതത്തിൽ കലാപങ്ങൾ നടക്കും. അത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മറ്റു പല കാരണങ്ങളുടെ ഇതിലൂടെ ഒക്കെ ആയിട്ട് ചർച്ച ചെയ്യുന്ന പലരും ഉണ്ടെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇവിടെ വർഗീയ വിഭാഗീയത സംഭവിക്കുന്നതിൻ്റെ, കലാപങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ആരാധന ജീവിത രീതി. ഈ ആരാധന ജീവിത രീതിയിൽ ക്ലാഷ് സംഭവിക്കുന്നു. അതായത് ഹൈന്ദവരാണെങ്കിലും ഇസ്ലാമികളാണെങ്കിലും ക്രിസ്തീയരാണെങ്കിലും അവരുടെ ആരാധനയിലും ജീവിത രീതിയിലും അവരിൽ തന്നെ ഉള്ളവർ, അതല്ല പുറമേ ഉള്ളവർ. ഇപ്പൊ ഒരു ഹൈന്ദവന്റെ ആരാധനയിലോ ജീവിത രീതിയിലോ ഒരു ക്രിസ്തീയ വിഭാഗത്തിലുള്ളവർ ഇടപെട്ടാലും, ക്രിസ്തീയ വിഭാഗത്തിലുള്ളവരുടെ ആരാധനയിലോ ജീവിത രീതിയിലോ ഒരു ഹൈന്ദവൻ ഇടപെട്ടാലും, ഇസ്ലാം ധർമ്മത്തിലുള്ളവന്റെ ആരാധനയിലും ജീവിത രീതിയിലും ഒരു ഹൈന്ദവനോ ക്രിസ്തീയനോ ആരെങ്കിലും ഇടപെട്ടാൽ ഇതിലൊന്നുമില്ലാത്തവർ, സങ്കര ഇനങ്ങളുണ്ട്, ഈ സങ്കര ഇനങ്ങളിലുള്ളവർ ഇതിൽ ഇടപെട്ടാൽ നിരീശ്വര വിശ്വാസികളുണ്ട് ഒരു കൂട്ടർ. അപ്പോൾ അവര് ഇതിന് ഏതെങ്കിലും ഒന്നിൽ ഇടപെട്ടാൽ ഇവിടെ കലാപം സംഭവിക്കുക തന്നെ ചെയ്യും. അതിന്റെ ഭവിഷ്യത്ത് പലർക്കും പല രീതിയിലായിരിക്കും. ഈ കലാപത്തെ ഒരു കാരണവശാലും, ഞാനിപ്പോ ഈ സംസാരിച്ചതിന്റെ പേരിൽ ഒരു കാരണവശാലും കലാപത്തെ നിർത്തലാക്കാനോ അല്ലെങ്കിൽ കലാപം നടക്കാതിരിക്കാനോ സംഭവിക്കുന്ന കേസല്ല. പക്ഷെ വരാൻ പോകുന്നതോ വന്നു കഴിഞ്ഞതോ ആയ ഏതേത് കലാപങ്ങൾക്കും, കലാപം സംഭവിച്ചതിനും കലാപം സംഭവിക്കാൻ പോകുന്നതിനും എന്തൊന്നിനും ഒരു നല്ല രീതിയിലുള്ള ഒരു എന്താ പറയാ, ഒരു പ്രശ്നവും സൃഷ്ടിക്കാതെ എന്ന് പറയാൻ പറ്റില്ല. കാരണം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടാണല്ലോ ഒക്കെ ഇത് സംഭവിക്കുന്നത്. എന്നാൽ പോലും അതിൽ ബാക്കിയുള്ള കുറച്ചാൾക്കെങ്കിലും നല്ല ബുദ്ധി തോന്നിക്കണേ ഭഗവാനെ, ലോക സമസ്ത സുഖിനോ ഭവന്തു.
ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ വർഗീയ വിഭാഗീയത എന്ന വിഷയം ഏകദേശം അരമണിക്കൂറായി. ഇത് അതേപോലെ പോസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അരമണിക്കൂറിൻ്റെ സാധനം പോസ്റ്റ് ചെയ്യാൻ ഇപ്പം ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴാണോ